ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ കുറച്ച് സീരിയസ് ആയതും പെൺകുട്ടികളുടെ സേഫ്റ്റി എന്തുകൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ ഇത്രയും മോശമായതെന്നതിന് ഉദാഹരണമായും ഇതുവരെ ക്യാമറയിൽ പതിവായതിൽ പാരാനോർമലായ ഒരു ചില വീഡിയോസോടുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ഈ വീഡിയോ ഉണ്ടാകും. സോ വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി. 2025 മാർച്ച് 28 ചൈനയുടെ റുയിലി എന്ന സ്ഥലത്തിലും മ്യാൻമറിലുണ്ടായ 7.7 മാഗ്നിറ്റ്യൂഡ് ലെവലിൽ വന്ന ഭൂമികുലുക്കം ചൈനയിലും വലിയ ഡാമേജിനെ ഉണ്ടാക്കിയിരുന്നു. കറക്റ്റായി ആ സമയത്തിൽ സിറ്റിയിലെ ഒരു വലിയ ആസ്പത്രി ഡ്യൂട്ടി നഴ്സായി പണി ചെയ്തുകൊണ്ടിരുന്ന ഈ രണ്ട് നഴ്സും ചേർന്ന് അവരുടെ ജീവൻ പോലും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കി. മുഴുവൻ കുട്ടികളെയും രക്ഷിച്ച് പാമ്പിനെ കണ്ടാൽ ആർമിയെ നടുങ്ങും. പാവം ആ സ്കൂട്ടിക്കാരൻ നടുങ്ങൂലേ. സത്യത്തിലും എന്താണ് പറയേണ്ടി എന്ന് അറിയുന്നില്ല. സെക്കൻഡ്, ഈ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇതുപോലെ തന്നെ വേറൊരു നാട്ടിലും നടന്നിട്ടുണ്ട്. ഇതൊക്കെ ടെക്നിക്കൽ ഫോൾട്ടും കൊണ്ടാണ് നടക്കുന്നത് എന്ന് ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ഏതെങ്കിലും പ്രേതത്തിന്റെ പണിയായിരിക്കുമെന്ന് ഇന്ന് വരെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമന്റിൽ പറയുക. പാകിസ്ഥാനിലെ കറാച്ചി എന്ന സ്ഥലത്ത് 2022 ടർക്കിയുടെ ഫേമസ് ആയ വ്ളോഗറായ സിഡാനൂർ എന്ന ഈ ഒരു സ്ത്രീ വ്ളോഗ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നടന്നുപോയ നേരത്ത് അവിടെ ഒരാൾ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നടക്കുമ്പോൾ അവരുടെ പുറകിൽ തന്നെ വരുന്നതും അവർ നിൽക്കുന്ന നേരത്ത് കുറച്ചു ദൂരം തള്ളിപ്പോയി നിൽക്കുന്നതും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവരുടെ ശരീരത്തിന്റെ മേൽ കൈവെക്കുകയും ചെയ്തു. ഈ വീഡിയോ അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അത് വല്ലാതെ വൈറലായതുകൊണ്ട് അയാളെ പിടിച്ച് സോറി ചോദിപ്പിക്കുകയും ചെയ്തു. 2024 വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഗോവയിലേക്ക് വന്ന ഒരു I-20 കാർ വല്ലാത്ത വേഗത്തിൽ വന്നതുകൊണ്ട് ഒരു ടേർണിംഗിൽ വളക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ കൊണ്ടുപോയി ഒരു തോട്ടിൽ കുത്തിമറഞ്ഞു. നമ്മളുടെ ഡോണി ജനിച്ച റാഞ്ചിയിലെ ഇങ്ങനെ ഒരു വൃത്തികെട്ട സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അയാൾ എന്താണ് ചെയ്തത് എന്ന് അറിയുമോ? ഇയാൾ തന്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് റോട്ടിലേക്ക് വന്ന് അവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളോട് തെണ്ടിത്തരം കാണിച്ചു. ഇത് അയാൾ ഒരു പെൺകുട്ടിയോടല്ല, ആ വഴിയിലൂടെ പോകുന്ന മുഴുവൻ കുട്ടികളോടും കാണിച്ചു. ഇത് റാഞ്ചിയിലെ വല്ലാതെ സീരിയസ് ആയി പോയതും കൊണ്ട് ഇതിനെപ്പറ്റി അവരുടെ CM തന്നെ അയാളുടെ മേൽ വല്ലാത്ത സിവിയറായ ആക്ഷൻ എടുക്കണമെന്ന് പോലീസ് അവരോട് ഉപദേശിച്ചു. ഇതാണ് അയാൾ. രാജസ്ഥാനിലെ ഒരു 15 വയസ്സുകാരിയായ കല്യാണമായ കുട്ടിയെ ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ ചേട്ടൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ചേർന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നു. അതേ നേരത്തെ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട്സ് ഒന്ന് ചേർന്ന് അവളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ പക്ഷേ ഗണ്ണിനെ കൊണ്ട് ആകാശത്തിലേക്ക് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും അവിടെ നിന്ന് തലതിരിഞ്ഞോടി. ഇത് എന്താണ് പ്രശ്നമെന്ന് പോലീസും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡിന്റെ തന്ത ആ കുട്ടിയോട് ഡൗരി ചോദിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ അവളുടെ തന്തയുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. എന്നാലും അവളെ എങ്ങനെയെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് അവർ ഈ ആട്ടം ചെയ്തു. പക്ഷേ പോലീസ് അവരുടെ വീട്ടിലേക്ക് അയച്ചു. இப்படிலாம் பண்ணன்னு வச்சுக்கடா, நாசமா போயிருவடா, அழிஞ்சு போயிருவ. இந்த எண்ணத்தை மாத்திக்க, இல்லன்னா நீ அவ்வளவுதான். എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനെ കാണാൻ വേണ്ടി ഈ വീഡിയോനെ ഒരു ലൈക്ക് ചെയ്ത് കൂടുതൽ വീഡിയോസിനെ കാണാൻ വേണ്ടി നമ്മളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.